എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പം ലെറ്റ്സ് പ്ലേ സീസൺ 7 അല്ല 6 അല്ല 7 അല്ല 8 എന്തെങ്കിലും ആവട്ടെ, അതിനകത്തോട്ട് സ്വാഗതമുണ്ട് ഗൈസ്. അപ്പം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, അതുകൊണ്ട് ഗൈസ് നമ്മളാ ഇവിടെ ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ ഈ സാധനം വെച്ച് പിന്നെ ഒരു എൻ്റർ ജസ്റ്റ് ഉണ്ടാക്കി. ഇതിനകത്തൊരു കുന്ത്രാണ്ടോ ഇല്ല ഗൈസ്. അപ്പം അതൊന്നും കൂടെ ഓർമ്മിപ്പിച്ച് ഇതിന് ആൻവിൽ വെച്ച് പിന്നെ ഇതിനകത്ത് ഫുൾ പവർ ഉണ്ട് ഗൈസ്. ഞാൻ ഇപ്പോൾ കാണിച്ചത് എന്താ 30 ലെവലും ഉണ്ട് ഗൈസ്. ത്രോൺസ് 2 30 ലെവലുണ്ടെങ്കിൽ 30 ലെവല് നമുക്ക് കണക്ട് ചെയ്യാം ഗൈസ്. പിന്നെ ഇതെങ്ങനെ സെറ്റ് ചെയ്ത് ഈ സാധനം എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതിന് കുറച്ച് സാധനങ്ങൾ മതി. ഇതേപോലെ നമുക്ക് ബുക്ക് എടുത്ത് അടുക്കി വെക്കാം. അപ്പോൾ നല്ല രസമാണ്. പിന്നെ നെതർ പോർട്ടൽ കറക്റ്റ് നമ്മുടെ നെതർ ഹബിലോട്ടാണ് കണക്റ്റ് ആവുന്നത്. പിന്നെ ഇവിടെ നെതർ വാട്ടൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ 2 ഇത് സെറ്റ് ചെയ്ത് പിന്നെ ഈ സ്മെൽറ്റർ സെറ്റ് ചെയ്ത് പിന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ച് പിന്നെ ഇതെന്തുവാന്ന് വെച്ചാൽ ഇതാ ഫുള്ള് ക്ലീനാണ് ഗൈസ്. ഇതാണ്ട് നമ്മളിതാ ഇവിടെ ഒരു ക്ലിക്ക് കൊടുക്കുമ്പോൾ ഇത് തുറക്കും. അപ്പം നമുക്കിതാ ഈ പെട്ടിന്നാണെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ട് നേരെ ഇവിടെ ക്ലിക്ക് ചെയ്ത് 2-3 ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുന്ന് വാട്ടർ ആണെങ്കിൽ അല്ല വാട്ടർ ബോട്ടിലാവും, വാട്ടറോ അങ്ങനെ എന്തെങ്കിലും ആവും. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇത് ബ്രൂ ചെയ്യേണ്ട ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഗാസ്റ്റിൻ്റെ ടിയറൊക്കെ ഒപ്പിക്കാൻ പോയായിരുന്നു. ഗാസ്റ്റ് ഫാം ഉണ്ടാക്കാൻ പോയി, പക്ഷെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് വർക്കാവുന്നില്ല. എന്തോന്ന് അറിഞ്ഞൂടെ ഗൈസ്. ഞാൻ ചെറുതായിട്ടൊന്ന് എൻ്റെ ബുദ്ധിക്ക് ഗാസ്റ്റ് ഫാം ഉണ്ടാക്കിയിട്ട് വർക്കാവുന്നില്ല. അപ്പം യൂട്യൂബിൽ കണ്ട് ഗാസ്റ്റ് ഫാം ഉണ്ടാക്കാം. ഞാൻ അത് നെതറിൽ പോയി കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഇത് നമ്മുടെ മറ്റേ ഫാൻറ്റം ആണെങ്കിൽ ഞാൻ 2-3 രാത്രി ഉറങ്ങിയില്ല. വീട്ടിൻ്റെ ഡെക്കറേഷനൊക്കെ ആയിട്ട് നിന്നപ്പോൾ ഉറങ്ങിയില്ല. അങ്ങനെ ആയപ്പോൾ ഫാൻ്റെ സ്മോണായി. അവന്മാരെ വെടിവെച്ചിട്ടപ്പോഴത്തേക്ക് കിട്ടിയതാണ് ഗൈസ്. പിന്നെ ബാക്കിയുള്ള കുറച്ചും കൂടെ ഫാൻറ്റത്തിൻ്റെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പോഷൻസ് ബ്രൂ ചെയ്ത് ഗൈസ്. ഇതിനകത്താണ്ട് ഉണ്ട് അതാണ്ട് സ്ലോ ഫ്ലാലിങ്ങിൻ്റെ പോഷൻ ബ്രൂ ചെയ്ത് പോഷൻ ബ്രൂ ചെയ്യുന്നത് നെതർവാട്ട് എടുത്ത് വെക്കണം. പിന്നെ ഞാൻ പറഞ്ഞ സാധനം എടുത്ത് വെക്കണം. അത് കിട്ടാനുള്ള ചാൻസ് കുറവാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഫയർ റെസിസ്റ്റൻറ്റിൻ്റെ പോഷൻ ഉണ്ടാക്കി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മാഗ്മ ക്യൂബ് ആണെങ്കിൽ ഞാൻ കുറേ ചെയ്ത് ഇപ്പം 59 എണ്ണം ഉണ്ട്. അത് കുറേ മാഗ്മ ക്യൂബ് ഞാൻ അടിച്ചു വന്നു. കാരണം ഞാൻ വെറുതെ നെതറി ഹബ്ബ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതൊക്കെ സ്പോണായി. അതിനെയൊക്കെ തള്ളിക്കൊന്നപ്പോഴത്തേക്ക് അവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് ഇതൊക്കെ ആക്കി. ഇവിടെ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് മൈൻഡ് ചെയ്ത് മാറ്റിയപ്പോഴത്തേക്ക് പിന്നെ മാഗ്മ സ്പോൺ ആവുന്നു. എനിക്കൊന്ന് അതിൻ്റെ സ്പോണ് സ്ഥലമാണ് അതാ ഫാൻറ്റം. നിങ്ങൾ കണ്ടോ ഗൈസ് ഫാൻറ്റത്തിന് തോന്നുന്നു ഇവിടേക്ക് ഇന്ന് സേഫല്ല. ഓക്കെ ഗൈസ്, പിന്നെ താണ്ട ഇവിടെ ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ക്രൗച്ച് ചെയ്യണം. ക്രൗച്ച് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഓക്കെ ഇനി ഈ ഡോറ് തുറക്കണം ഗൈസ്. എന്നിട്ട് ഫസ്റ്റ് ഗൈസ് ഫുള്ള് കൊള്ളായി. സ്വിച്ചൊക്കെ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാക്കുന്നില്ല. ഓക്കെ ഇനി പറ്റൂല. ഓക്കെ അപ്പം ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യണം, ചെറുതായിട്ടൊന്ന് നീങ്ങണം. ഓക്കെ ഇനി സെറ്റ് കണ്ട ഇത്രയും കഷ്ടപ്പാടുണ്ട് ഇങ്ങോട്ട് വരാം. അപ്പം ഇതെൻ്റെ ബെഡ്, ഇത് ആദിലിൻ്റെ ബെഡ്, ഇത് നിതാൻ്റെ ബെഡ്. ഈ കളറുകളാണ് അവരുടെ ഫേവറേറ്റ്. ആദിലിന് നീല, നിതാൻ്റെ ചുമപ്പ്, എനിക്ക് പച്ച. അല്ല ഞാൻ ഇതിനകത്ത് കിടന്നിട്ടുണ്ട്, ഇങ്ങനെ ജമ്പ് ചെയ്താൽ മതി ഗൈസ്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ആടുകളെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഒരാൾ നമ്മളെ ആളെ ചത്ത്. നമ്മൾ വെറുതെ എന്തോത്തിനാ ഫയർ ചെയ്ത് പാവത്തിനെ കൊല്ലുന്നു. അപ്പം ഇങ്ങോട്ട് ഉടനെ നമ്മുടെ കൂടെ വരാൻ പോകുന്നു ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കഴിഞ്ഞ വീഡിയോ കാണിച്ചപ്പോൾ ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു ഈ സ്ഥലം. ഇവിടെ ഞാനാണെങ്കിൽ ഫുള്ള് ഈ ലൈറ്റൊക്കെ വെച്ച് ഈ ലൈറ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ ഗൈസ്? സിമ്പിൾ അങ്ങനെ ഗൈസ്. ഞാനത് വീട്ടിൽ പോകുമ്പോൾ കാണിച്ചു തരാം. അല്ല നമ്മുടെ ചെസ്റ്റ് റൂമിൽ പോകുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. അതുകൊണ്ട്
ചെസ് റൂമിൻ്റെ ഫ്രണ്ട് അത് ഞാനാണെങ്കിൽ ലവന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് ഗൈസ് ആ സാപ്ലിങ്. പിന്നെ നമ്മൾ താണ്ട ഇവിടെ ആണെങ്കിൽ ഇത് പൊട്ടിച്ച് മാറ്റിയില്ല. ഇത് നമ്മൾ അത് നമ്മളാണെങ്കിൽ ഗൈസ് മറ്റേ ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ചെറിയ റെസ്റ്റോണൊക്കെ വെച്ച് ഒരു പിസ്റ്റൺ വെച്ചിട്ട് ഒരു പരിപാടി ചെയ്ത് അതിനകത്തോട്ട് ഈ ബോൺവീലും പിന്നെ നമ്മുടെ ഷുഗർ കെയിൻ അല്ല അതിൻ്റെ പേരെന്തോ അതിൻ്റെ പേര് മറന്നല്ല, നമ്മുടെ മനസ്സിലായല്ലോ ഷുഗർ കെയിൻ ഇല്ലേ, ഷുഗർ കെയിൻ തന്നെ. അതാണെങ്കിൽ എടുത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന ടൈമിലാണെങ്കിൽ ഈ പിസ്റ്റണും പിന്നെ എന്താ ഇത് ഡ്രോപ്പറാന്ന് തോന്നുന്നത്, അതിൻ്റെ പേര് ഡ്രോപ്പർ എന്നല്ലേ, നോക്കട്ടെ, ഡിസ്പെൻസർ ആണെങ്കിൽ നമ്മുടെ ബോൺവീലാണെങ്കിൽ ഡിസ്പെൻസ് ചെയ്ത് ഇത് വളർത്തിക്കൊണ്ടിരിക്കും. അപ്പം ഞാനാണെങ്കിൽ വെക്കും, നമ്മളെ പിസ്റ്റം പൊട്ടിക്കും. അങ്ങനെ തോനെ നമ്മളാണെങ്കിൽ ഇത് ഒപ്പിച്ച് എന്നിട്ട് അത് വെച്ച് പേപ്പർ ഉണ്ടാക്കി. എങ്ങനെയുണ്ട് ഗൈസ് ഇത്? ഞാൻ കുറച്ച് അധികം നേരം സമയം എടുത്തിട്ടാണ് ഇതുണ്ടാക്കിയത്. പിന്നെ ഈ സാധനം ഞാനാണെങ്കിൽ എവിടെ നിന്ന് പൊട്ടിച്ചെടുത്തതാണ്. ഇത് ഇതിൻ്റെ സാപ്ലിങ് വെട്ടിയിരിപ്പുണ്ട്. എവിടുന്ന് പൊടിച്ചെടുത്തേ ഇവന്മാരെ ഞാൻ ബ്രീഡ് ചെയ്ത് താഴ്ന്ന് കൊണ്ടുവന്നവന്മാർ കുറവായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് പേരെ ബ്രീഡ് ചെയ്ത് ഈ ഡിസൈൻ എങ്ങനെയുണ്ട് ഗൈസ്? നോക്ക്, ക്യാമ്പ് ഫയർ ഇങ്ങനെ ട്രാപ്പ് ഡോറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഡിസൈൻ. സുധിയണ്ണൻ കാണുന്നുണ്ടെങ്കിൽ സുധിയണ്ണ പ്രത്യേകം നോക്കിക്കോ എൻ്റെ ഡിസൈൻ. സുധിയണ്ണനും ഇത് കണ്ട് ചെയ്തോ ഗൈസ്, ചെയ്തോ സുധിയണ്ണ. ആരെങ്കിലും എൻ്റെ വീഡിയോ സുധിയണ്ണൻ കാണുന്നെങ്കിൽ പറയണം കേട്ടോ. എനിക്ക് ഫുഡ് തിന്നിട്ട് സുധിയണ്ണനാണെങ്കിൽ കുറച്ച് ദിവസമായിട്ടും സാധാ ഫുഡിലോട്ടിരിക്കുക. ഞാൻ അതിന് മുമ്പിട്ട് നേരെ ഗോൾഡൻ ക്യാരറ്റിലോട്ടൊക്കെ എത്തി. പിന്നെ ഗായ്സ് വേറെന്തോ പറയാ, ഇത്രയൊക്കെ ചെയ്തുള്ളൂ ഗായ്സ്. പ്രത്യേകിച്ച് വേറൊന്നും ചെയ്തില്ല. നമ്മളെ വീടിൻ്റെ ലുക്കൊന്നും അങ്ങ് മാറ്റി ഫുള്ള് സെറ്റാക്കി. അകത്ത് നെതർ പോർട്ടൽ സെറ്റാ. പിന്നെ നിങ്ങൾക്ക് നെതറിൽ ഞാൻ കയറി കാണിച്ചു തരാം ഗൈസ്. ഇനി ഇവിടെ ഇനി മറ്റേ സാധനം വെക്കണം, മറ്റേ എന്താ അതിൻ്റെ പേര്, കുന്ത്രാണ്ണ വെക്കണം. ഗൈസ് എനിക്ക് ഇത് ഓഫ് ചെയ്യാൻ ഗൈസ് ഞാനാണെങ്കിൽ കയറി കഴിഞ്ഞിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ആണെങ്കിൽ നെതർ എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളപ്പം ഇതാണ് നമ്മുടെ നെതർ ഹബ്ബ്, ചെറിയ നെതർ ഹബ്ബാണ്. ഇങ്ങോട്ട് പോയാൽ ഒന്നുമില്ല, നേരെ ഇങ്ങോട്ട് പോകണം. എന്നിട്ട് നേരെ അങ്ങോട്ടൊരു വഴിയുണ്ട്, അത് നമ്മുടെ വേറൊരു നെതർ പോർട്ടലാണ്. എനിക്ക് തോന്നുന്നത് ഇത് അയൺ ഫാമിലോട്ട് പോകുന്ന നെതർ പോർട്ടലാണെന്ന് തോന്നുന്നു. പിന്നെ നേരെ താഴോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഇത് ബ്ലേസ് റോഡൊക്കെ കിട്ടുന്ന സ്ഥലമല്ലേ, അങ്ങോട്ട് പോകുന്നത് വേറൊരു നെതർ പോർട്ടൽ, വേറൊരു വഴിയാണ്. നടന്ന് ഇവൻ നമ്മൾ അറ്റാക്ക് ചെയ്യൂ. നമ്മളതിനകത്ത് ഫ്ലെയിമും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതാണ്ട് ഞാൻ പറഞ്ഞ സ്ലൈം ഫാം ഇതാ ഗൈസ്. ഇവിടെ വന്നിട്ട് നമുക്ക് സ്ലൈം ഇഷ്ടം പോലെ കിട്ടും ഗൈസ്. എത്രയെന്ന് വെച്ചാൽ വന്ന് എടുത്താൽ മാത്രം മതി. ഇത് വെച്ചിട്ട് ഇത്ര ഉള്ള കാര്യം. ഇവിടെ നിന്ന് ഇങ്ങനെ സ്പാങ്കിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇതുങ്ങൾ ചാടി വരും, നമ്മുടെ ദേഹത്തോട്ട് വീഴും, നമ്മളാണെങ്കിൽ അടിച്ചു കൊല്ലും. പിന്നെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ സ്യൂട്ടും പിന്നെ ഫുഡിനും അനുസരിച്ചിരിക്കും നമ്മുടെ ജീവൻ്റെ കാര്യത്തിൽ. ഇവന്മാർ തട്ടിക്കൊണ്ടിരിക്കും. ഇവന്മാരെ അടികൊള്ളാതിരിക്കാൻ ഇച്ചിരി പാടാണ്, കാരണം ഈ കുഞ്ഞന്മാരാണ്. അടിച്ച് കൊല്ലാൻ ഇച്ചിരി കഷ്ടപ്പാടാണ്. ഫോണായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ശ്രദ്ധിച്ചു വന്നേനെ. ഈ മൗസ് ആയതുകൊണ്ട് ഇച്ചിരി പാടാണ്. പിന്നെ ഇവിടുന്നാണ് ഇപ്പം ഞാൻ മെൻഡ് ചെയ്യുന്നത്. എൻ്റെ മെൻഡിങ് ഏരിയ ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും ഇപ്പം ഇതാണ്, കാരണം ഇവിടുന്നാണ് ഞാൻ മെൻഡ് ചെയ്യുന്നത് കൂടുതലും. അപ്പം അതാണ് നമ്മുടെ മാഗ്മ ഫാം. അതാണ് ഇപ്പം തന്നെ 7 ഇത് കിട്ടിയത് ഗൈസ്. അതാണ് നമ്മുടെ മാഗ്മ ഫാം. ഇനി നമ്മുടെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാനാണെങ്കിൽ ഒരു ഗാസ്റ്റ് ഫാം ഉണ്ടാക്കി വർക്കായില്ല. അതാണ് ഞാൻ കാണിച്ചു തരാം. ഗാസ്റ്റ് ഫാമായിട്ടല്ല, ഞാൻ ചെറിയൊരു കുരു ഒഴിച്ചു നോക്കി. ഗാസ്റ്റ് സ്പോണാവുന്ന വിചാരിച്ചത്, പക്ഷെ എന്താ ഇങ്ങനെ ഞാൻ ഒന്ന് പേടിച്ചു ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ നേരെ പോകണ. നിങ്ങൾക്ക് കണ്ടോന്ന് അറിഞ്ഞൂടാ, കണ്ടല്ല, ഫുള്ള് നീല നിറത്തി ഒന്നും കാണാതായി പെട്ടെന്ന്.
ഓ ഫുഡ് ഓക്കെ. ഫുഡ് കഴിച്ച് ഗാസ്റ്റ് സ്പോണായിട്ടുണ്ടോ എന്നറിഞ്ഞ കൂടെ എനിക്ക് ഗൈസ് ഗാസ്റ്റ് ഒന്നും സ്പോൺ ആയിട്ടില്ല. ഞാൻ ഇവിടെ വെറുതെ ഒന്ന് കുഴിച്ച് നോക്കി. ഇവിടെ ഒരു ഗാസ്റ്റിന് സ്പോൺ ആവാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷെ ഗാസ്റ്റ് സ്പോൺ ആവാത്ത എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ നിന്നില്ല. അപ്പം ഇനി ഒരു ഗാസ്റ്റ് ഫാം ഉണ്ടാക്കണം ഗൈസ് ഉടനെ. അപ്പം ഇന്ന് ഉണ്ടാക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്, ഇന്ന് ഉണ്ടാക്കാം എന്നാണ് ഗൈസ്. അപ്പം എന്തായാലും ഇന്ന് തന്നെ ഗാസ്റ്റ് ഫാം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഉണ്ടാക്കണം ഗൈസ്. അടുത്ത വീഡിയോയിൽ ഞാൻ ഗാസ്റ്റ് ഫാം ഉണ്ടാക്കുന്നത് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും ഗൈസ്. എന്ന് വെച്ചാൽ ഗാസ്റ്റ് ഫാം ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തിടും ഗൈസ്. അല്ലാതെ ഞാൻ ഓഫ് ക്യാമറ ഇരുന്ന് ഗാസ്റ്റ് ഫാം ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല. നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ ഗാസ്റ്റ് ഫാം ഉണ്ടാക്കാം. പക്ഷെ അതൊരിക്കലും ലെറ്റ്സ് പ്ലേ ആയിട്ടല്ല. എന്താ നമ്മുടെ ഗാസ്റ്റ് ഫാം ഉണ്ടാക്കുന്ന ഇതായിട്ടേ ഇടത്തുള്ളൂ. ലെറ്റ്സ് പ്ലേ ആയിട്ട് ഒരിക്കലും ഞാൻ ഇടത്തില്ല ഗൈസ്. ഓക്കെ. അപ്പം പിന്നെ നിങ്ങളാണെങ്കിൽ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ വീഡിയോ കുറച്ച് പേരെ കാണുന്നുള്ളൂ, കാണുന്നവരൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളവർക്ക്. അപ്പം നിങ്ങൾ തന്നെ പറ ഇവിടെ എന്തോ നമുക്ക് സെറ്റ് ചെയ്യണമെന്ന്. ഇവിടെ വെറുതെ സ്പേസ് കിടപ്പുണ്ട്, ഇവിടെ നമ്മളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പം എന്തോ സെറ്റ് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. ചെസ്റ്റ് റൂം സെറ്റ് ചെയ്യാതെ ആദ്യം വിചാരിച്ചു, പിന്നെ വിചാരിച്ചു താഴെയും ചെസ്റ്റ് റൂം മണ്ടേലും ചെസ്റ്റ് റൂം, നാട്ടിൻ്റെ മൊത്തം ചെസ്റ്റ് റൂം എന്തോത്തിനാ. അപ്പം അത് വേണ്ടാന്ന് വെച്ച് പിന്നെ എന്തോ സെറ്റ് ചെയ്യുന്ന സംശയമായിട്ടിരിക്കുക. അപ്പം നിങ്ങൾ തന്നെ പറയുക. പിന്നെ ഞാനാണെങ്കിൽ ഗ്രാഫിക്സ് എന്തോ കുറച്ചിട്ടേക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്, ഈ ചെടിയും ഈ ഇലയൊക്കെ. അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ ഗ്രാഫിക്സ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ലാഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയോ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില സാധനങ്ങൾ ഒരുമാതിരി ഇരിക്കുന്നത്, എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഗ്രാഫിക്സ് ഇല്ലാതിരിക്കുന്നത്. അപ്പം അത് ലാഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഗൈസ്. പിന്നെ എന്തോ പറയുക, പിന്നെ ഞാൻ എന്തൊക്കെയോ കളക്ട് ചെയ്തായിരുന്നു. നമ്മുടെ എന്താ ബ്ലോക്ക് ഓഫ് നെതറൈറ്റ് ഇരിപ്പുണ്ട്, 2 ഇങ്കറ്റും ഇരിപ്പുണ്ട് ഗൈസ്. നമ്മളത് ഇതുവരെയായിട്ട് യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യണം ഇനി. പിന്നെ ഗാസ്റ്റ് ഫാം എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ ട്യൂട്ടോറിയലായിട്ട് കാണിക്കും ഗൈസ്. വേറെ ഒന്നുമില്ല ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ കാണുന്നവരെല്ലാവരും സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം പ്ലീസ് ഗൈസ്. സപ്പോർട്ട് പ്ലീസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.